പൊന്നു അങ്ങനെ അടുക്കളയിൽ കയറിയാൽ രാവിലത്തെ പരിപാടി അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. മുത്തുമണീസുകളെ, എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മട്ടൻ കറി. മട്ടൻ കറി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഒരു കുക്കർ എടുത്ത് നമ്മളെന്തോ ചെയ്തു, അടുപ്പിലോട്ട് വെച്ചു. ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചിട്ട് എല്ലാ സാധനങ്ങളും അതിലോട്ട് അങ്ങ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആഡ് ചെയ്തിട്ട് എല്ലാം പാകത്തിനെല്ലാം ഉപ്പും അതും ഇതും എല്ലാം കൂടെ എടുത്തിട്ട് പെരുമാറി നമ്മളൊരു മട്ടൻ കറി അങ്ങ് പാസ്സാക്കാൻ പോവുകയാണ്. എൻ്റെ പൊന്നോ, ഈ മട്ടൻ കറി അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം കേട്ടോ. ഞാനെന്തായാലും വെക്കുകയാണ്. പച്ചമുളക്, ഇഞ്ചി, സവാള, കരിയാപ്പില, തക്കാളിപ്പഴം, അല്ല എല്ലാ പ്രോഡക്റ്റും ഉണ്ട്. എന്നിട്ട് നമ്മൾ നല്ല ഇങ്ങോട്ട് ഇട്ട് വഴട്ടുകയാണ്. ഇതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്തിട്ട് വീണ്ടും ഇട്ട് നല്ല അങ്ങ് വഴട്ടുക. എന്നിട്ട് മസാലക്കൂട്ടെല്ലാം കൂടെ അതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് മട്ടൻ എടുത്ത് അതിൻ്റെ അകത്തങ്ങ് തട്ടുക. മട്ടൻ എടുത്ത് തട്ടി നല്ല അങ്ങ് പുരട്ടുക. പുരട്ടി എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യും, കുറച്ച് നേരം നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു മിനിറ്റ് എന്നിട്ട് തുറക്കും. എന്നിട്ട് എന്ത് ചെയ്യും, മല്ലിയില അങ്ങോട്ട് ഇടും. എന്നിട്ട് എന്നാ ചെയ്യും, മല്ലിയിലയിട്ട് നല്ല ഇളക്കും. ഇളക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും അടച്ച് വെക്കും. അപ്പോഴത്തേക്കും നമ്മുടെ പൊറോട്ട ഇവിടെ കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്നു. പൊറോട്ട വേവട്ടെ. നമുക്ക് അടുത്ത പരിപാടി എന്തുവാ, അങ്ങനെ പൊറോട്ട വേവുന്ന സമയം നമ്മുടെ കുക്കർ ഇങ്ങനെ വിസിലൂതിക്കൊണ്ടേയിരിക്കുന്നു. മുത്തുമണീസുകളെ, അങ്ങനെ മട്ടൻ അവിടെയും പൊറോട്ട ഇവിടെയും. ഇനി നമ്മളെന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മട്ടൻ വെന്തിട്ട് ഒരു 18 വിസിലടിച്ചിട്ട് മട്ടൻ അങ്ങ് വെന്തു. എന്നോ ടേസ്റ്റാ. നമ്മളൊരു പൊറോട്ട കഴിച്ചു നോക്കിയാലോ. എന്തായാലും ഒരു പൊറോട്ട എടുക്കാം അല്ലേ. എന്നിട്ട് നമ്മളെന്നാ ചെയ്യും, ഒരു പൊറോട്ട എടുത്ത് കുറച്ച് കറി അതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മളെന്നാ ചെയ്യും, പൊറോട്ട കഴിക്കും, അല്ലാതെ എന്നാ ചെയ്യാനാ. പോയിരുന്ന് കഴിക്കട്ടെ. എങ്കിലും നിങ്ങളും എല്ലാവരും പോയിരുന്ന് കഴിക്കും, ഞാനും കഴിക്കാൻ പോവാ. എന്നാൽ ബൈ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു.